വിദഗ്ധരായ ഷെഫുമാരുടെ നേതൃത്വം ഇന്ത്യൻ, ചൈനീസ്, അറേബ്യൻ വിഭവങ്ങൾ വളരെ കൃത്യതയോടെ ഹൈജീനിക്കായി കഴിക്കുവാൻ ഇൻപയർ ഇന്ത്യൻ ബേക്സ് ആൻഡ് റെസ്റ്റോറന്റ്, ടൗൺ സ്ക്വയർ, വണ്ടൂർ. ഇനി എല്ലാത്തിനും ഓഫർ, എല്ലാവർക്കും ഓഫർ. വണ്ടൂരിന്റെ ഷോപ്പിംഗ് ഇനി കൂടുതൽ വിശാലമാകും. നിങ്ങൾക്ക് ആവശ്യമായതെല്ലാം നിങ്ങൾ ആഗ്രഹിക്കുന്ന വിലയിൽ. ക്വാളിറ്റി സൂപ്പർ മാർക്കറ്റ്, ഓപ്പോസിറ്റ് നിംസ് ഹോസ്പിറ്റൽ, വണ്ടൂർ. കഴിഞ്ഞ 15 വർഷത്തോളമായി റോഡ് തകർന്ന് യാത്രാ ദുരിതത്തിലായി കുടുംബങ്ങൾ. വണ്ടൂർ പഞ്ചായത്തിലെ വടക്കുംപാടം കരിമ്പന്തൊടി പണിയൻ കോളനിയിലെ കുടുംബങ്ങളാണ് യാത്രാ ദുരിതം നേരിടുന്നത്. വടക്കുംപാടം കരിമ്പൻതൊടി പണിയൻ കോളനിയിലേക്ക് പോകുന്ന റോഡാണ് തകർന്നു കിടക്കുന്നത്. 10ഓളം കുടുംബങ്ങളാണ് കോളനിയിൽ താമസിക്കുന്നത്. റോഡിന്റെ തകർച്ച മൂലം ആശുപത്രിയിലേക്കും മറ്റാവശ്യങ്ങൾക്കുമായി ഓട്ടോറിക്ഷ വിളിച്ചാൽ പോലും ഡ്രൈവർമാർ വരാൻ കൂട്ടാക്കുന്നില്ല. ഇത് ഏറെ പ്രയാസമുണ്ടാക്കുന്നതായി കോളനി നിവാസികൾ പറയുന്നു. റോഡ് സുഖമില്ലാതാണ്, ആളൊക്കെ കൊണ്ടുനടക്കാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ്. വണ്ടിക്കാരെ വിളിച്ചാലും വരുന്നില്ല. ഒരു വണ്ടിക്കാര് നമ്മുടെ അടുത്ത് ഭയങ്കര ചാർജും വാങ്ങും കേട്ട് ഇതൊക്കെയാണ് കേട്ട് ഉള്ളത്. രാത്രി 200 രൂപ കൊടുക്കണം വണ്ടിക്കാർക്ക്, പകലാണെങ്കിൽ 100 രൂപ വേണം. അങ്ങനെയൊക്കെ ബുദ്ധിമുട്ടാണ് കൊണ്ട് ചെല്ലാനും മരുന്ന് വാങ്ങാൻ പോകുമ്പോഴൊക്കെ. ആസ്പത്രിയിൽ പോയാലാണെങ്കിൽ തിരക്കൊണ്ട് നേരത്തിന് വരാനും പറ്റൂല, ചിലപ്പോൾ വണ്ടിയും കിട്ടൂല. അങ്ങനെയൊക്കെ ഞങ്ങൾ ഇടങ്ങാറാണ്. അവിടെ കുറേ കാലമായി, 15 കൊല്ലമായിട്ടുണ്ടാവും ഇപ്പോൾ ആ റോഡ് നന്നാക്കിയിട്ട് തന്നെ. ഞങ്ങൾ പറയുമ്പോൾ എന്നും നന്നാക്കി തരാം, നാളെ നന്നാക്കുമെന്ന് പറയുള്ളൂ. ഞങ്ങളടുത്ത് നോക്കലില്ല ഓലാരും. ഒരു കുട്ടികൾ പഞ്ചായത്തിലൊക്കെ എത്ര വട്ടം പറഞ്ഞിട്ടുണ്ടെന്നോ, ITTP പറഞ്ഞു, പഞ്ചായത്ത് പറഞ്ഞു, ഇടവണ്ണ പറഞ്ഞു, എല്ലാ സ്ഥലത്തും ഞങ്ങൾ പറയലുണ്ട്. ഓലാരും ഞങ്ങളടുത്ത് ശ്രദ്ധിക്കൽ തന്നെ ഇല്ല. വയസ്സായവർക്കൊക്കെ കൊണ്ടുപോകാനൊക്കെ ഞങ്ങൾക്ക് ഇടങ്ങാറാണ്. വണ്ടിയൊന്നും ഞങ്ങളടുത്ത് ഇല്ലല്ലോ, എന്നും കണ്ടോലെ വണ്ടി വിളിച്ചിട്ടല്ലേ ഞങ്ങൾ പോവല്. അപ്പോൾ ഓലെന്നെ വരാൻ മടിക്കാണ്, റോഡ് കേടാണെന്ന് പറഞ്ഞിട്ട്. വണ്ടിക്കാരെ വിളിക്കുമ്പോൾ അവർ പറയാം റോഡ് കേടാണ്, ഞങ്ങൾ വരുന്നില്ല. റേഷൻ കടയിൽ എന്തെങ്കിലും അരി ഇങ്ങോട്ട് കൊണ്ടുവരണമെങ്കിൽ വണ്ടിക്കാർ പറയും ആ റോഡ് മോശം, അങ്ങോട്ട് വണ്ടി വരുന്നില്ല. ഞങ്ങൾ ഏറ്റിയെടുത്തിട്ടാ വരുന്നത്. ചിലപ്പോ റേഷൻ കടയിൽ അരി ഏറ്റിട്ടാ പോരാ. ഞങ്ങള് 30 കിലോ അരി ഏറ്റി വരണ്ടേ. കോളനിയിലെ കുളിമുറിയും ശൌചാലയവും നിർമ്മിക്കണമെന്നും കിണറിന്റെ ശോചനീയാവസ്ഥ പരിഹരിക്കണമെന്നും ഇവർ ആവശ്യപ്പെട്ടു. കിണറതാ പൊളിഞ്ഞടിഞ്ഞ് കിടക്കണം. കിണറിനാണെങ്കിൽ പറഞ്ഞു അതിന്റെ കാലും കൂടി ഇല്ല, കാലൊക്കെ ഇളകാണ്. പിന്നെ വെള്ളം കിട്ടാൻ പൈപ്പ് കേട് വന്നാൽ ഞങ്ങൾ ചെറിയ ബക്കറ്റ് കൊണ്ടാ കോരി എടുക്കണം, വലിക്കാൻ വയ്യാഞ്ഞിട്ട്. കാലിളകിയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഇളകിയിട്ട് അതുമായിട്ടുണ്ടാവും 10-15 കൊല്ലം. ഇതുവരെ നന്നാക്കി തന്നിട്ടില്ല. വേറെന്താണ്, ഞങ്ങൾക്ക് ഇപ്പൊ കക്കൂസും കുളിമുറിയാണ് ഇല്ലാത്ത. ഈ പ്രായപ്രായത്തിയായ കുട്ടികളൊക്കെ ഈ പൈപ്പിന്റെ മറ്റാണ് കുളിക്കല്. ഇവരോടൊക്കെ പറഞ്ഞാൽ ഒരു കക്കൂസോ കുളിമുറിയോ ഒന്നും ഉണ്ടാക്കി തന്നിട്ടില്ല ഇതുവരെ. എല്ലാ കോളനിയിലും ഇഷ്ടം പോലെ സാധനങ്ങൾ കൊടുക്കുന്നുണ്ട്, പെരയായിട്ടും കക്കൂസും കുളിമുറിയായിട്ടും. ഈ കോളനിയിൽ ഒന്നുമില്ല. MP ഫണ്ടിൽ നിന്ന് 5 ലക്ഷം രൂപ വകയിരുത്തിയിട്ടും ഉദ്യോഗസ്ഥരുടെ അനാസ്ഥ മൂലം ഫണ്ട് നഷ്ടപ്പെട്ടുവെന്നും ഇവർ പറഞ്ഞു. ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർ വളരെ മോശം രീതിയിലാണ് കോളനിയെ ശ്രദ്ധിക്കുന്നതെന്നും കോൺഗ്രസ് വാർഡ് പ്രസിഡന്റ് സണ്ണി ജോർജ്, KP രാജേഷ്, C അജയൻ എന്നിവർ പറഞ്ഞു. ഏകദേശം ഒരു 10-15 വർഷമായിട്ട് ഈ റോഡ് ഇങ്ങനെ തന്നെയാണ് കിടക്കുന്നത്. ഈ റോഡിന്റെ സ്ഥിതി കണ്ടില്ലേ, ഒരു വാഹനം വരാനോ ഇവർക്കൊരു ആശുപത്രിയിൽ പോകണമെങ്കിലോ മറ്റു കാര്യങ്ങൾക്ക് ഈ റോഡില്ല. ഈ റോഡിന്റെ കാര്യത്തിൽ MP ഫണ്ടിൽ നിന്ന് വെച്ചിട്ടും അത് MP ഫണ്ടിൽ നിന്ന് കഴിഞ്ഞ പ്രാവശ്യം 5 ലക്ഷം രൂപ വെച്ചതാണ്. ആ ഉദ്യോഗസ്ഥരുടെ നിരുത്സാഹപ്രകാരം അനാസ്ഥ കാരണമാണ് ആ ഫണ്ട് ലാപ്സായി പോയത്. അത് കഴിഞ്ഞിട്ട് വേറെ ഒരു ഫണ്ട് വെച്ചപ്പോൾ ആ ഫണ്ടും ലാപ്സാക്കി കളഞ്ഞവർ. ഈ ഉദ്യോഗസ്ഥന്മാർ വളരെ മോശമായ രീതിയിലാണ് ഈ കോളനിയെ ശ്രദ്ധിക്കുന്നത്. ഇതിനൊരു പ്രൊമോട്ടർ ഉള്ളത്, പ്രൊമോട്ടർ ആരാണെന്ന് മാസം മാസം പ്രൊമോട്ടർമാർ മാറുക. ആ പ്രൊമോട്ടറുടെ പേരെന്താണെന്ന് ചോദിച്ചാൽ ഈ പ്രൊമോട്ടറുടെ പേരെന്താണെന്നറിയില്ല. പ്രൊമോട്ടർമാരും ശരിയല്ല, ഇടപെടലുകൾ വളരെ കുറവാണ്. ഈ റോഡിൻ്റെ കാര്യത്തിൽ വളരെ ശോചനീയമായാണ്. ഇവർക്ക് മറ്റൊരു റോഡില്ല ഇവിടെ. ഇവർക്ക് ആശുപത്രിയിൽ പോകാനോ മറ്റു അവരുടെ ആവശ്യങ്ങൾക്കോ വരാനുള്ള ആകെയുള്ള റോഡാണിത്. ഈ റോഡൊന്ന് പണി കഴിപ്പിക്കാൻ പറയാൻ തുടങ്ങിയിട്ട് കാലങ്ങൾ കുറേയായി. റോഡിന്റെ പ്രവൃത്തികൾ വേഗത്തിലാക്കാൻ നടപടികൾ ഉണ്ടാക്കണമെന്നും നാട്ടുകാർ ആവശ്യപ്പെട്ടു. ഈസ്റ്റ് ലൈവ്, വണ്ടൂർ. വണ്ടൂരിനെ പൊന്നണിയിച്ച് 2 വർഷങ്ങൾ പിന്നിടുമ്പോൾ ഹയ ഗോൾഡൻ ഡയമണ്ട്സ് വാർഷികം പ്രമാണിച്ചൊരുക്കുന്നു വമ്പൻ ആനുകൂല്യങ്ങൾ. ഹയ ഗോൾഡൻ ഡയമണ്ട്സ്, CH ബൈപ്പാസ്, വണ്ടൂർ. ഇനി അഭിമാനത്തോടൊപ്പം ആത്മവിശ്വാസവും. മികവാർന്ന സേവനങ്ങൾ കൊണ്ട് ഓരോ ആഘോഷവും ധന്യമാക്കി. ലനോറ, പാണ്ടിക്കാട് റോഡ്, വണ്ടൂർ.